ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നോൺ ഓയിലി അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒട്ടും തന്നെ ഓയിലി ആക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഹൈഡ്രേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 72 hours ആണ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഭയങ്കര ജെന്റിലാണ്. ഇനിയിപ്പം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ ഫ്രാഗ്രൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി ബാക്കി കാര്യത്തിലോട്ട് വരാം. നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഭയങ്കര സ്റ്റിക്കി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു മെഴുമെഴ എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ. അങ്ങനത്തെ യാതൊരുവിധ ഫീലിംഗ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. കാരണം ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ജെൽ കൺസിസ്റ്റൻസി ആണ്. സോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കി ആണ്, നോൺ ഗ്രീസി ആണ്. ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ ക്യുക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യുമോ നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്യുക്കായിട്ട് അബ്സോർവ് ചെയ്യും കേട്ടോ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയി പോകുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ ഇതിന്റെ ടെക്സ്ചർ ഒക്കെ പ്രോപ്പർ വേയിൽ കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെൽ ബേസ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആണെന്ന്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. 72 മണിക്കൂർ വരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും അല്ലേ. ആ ഒരു ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഈ കാറ്റൊക്കെ കാരണം പെട്ടെന്ന് വലിച്ചെടുത്തു പോകും. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മോയ്സ്ചറൈസറിന്റെ ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് അഫോർഡബിൾ ആണോ നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്. നമുക്കിപ്പം നൈക്കയിലും പർപ്പിളിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ഞാൻ ഇവിടെ വി പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ യാതൊരുവിധ ബ്രേക്ക് ഔട്ട്സും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നോൺ കോമഡോജനിക് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. നോൺ കോമഡോജനിക് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിമ്പിൾസ് ഒന്നും നമ്മുടെ സ്കിന്നിൽ ഒക്കർ ചെയ്യില്ല. നോൺ കോമഡോജനിക് ആണ്. ഇനിയിപ്പോൾ ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും നോൺ കോമഡോജനിക് പ്രോഡക്റ്റ് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് 3% NF കോംപ്ലക്സ് ആൻഡ് 2% പാത്തനോൾ ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ബാരിയർ ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു സൂത്തനിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി ഒരു മോയ്സ്ചറൈസർ തരേണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണല്ലോ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഹൈഡ്രേഷൻ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള 72 hours വരെ നിലനിൽക്കുന്ന ഹൈഡ്രേഷൻ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നോൺ ഓയിലി ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ആണ് കേട്ടോ. ഒട്ടും തന്നെ മെഴുമെഴുപ്പോ ആ ഒരു ഓയിലി ആയിട്ടൊന്നും നമ്മുടെ സ്കിന്നിന് വെക്കുന്നില്ല കേട്ടോ. AM ആൻഡ് PM റുട്ടീനിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലും നെക്കിലും അത് എക്സ്പോസ്ഡ് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. ട്വൈസ് യൂസ് ചെയ്താലുള്ളൂ ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. pH ബാലൻസ്ഡ്, സ്ട്രെങ്തൻസ് ബാരിയർ ആൻഡ് ലോക്ക് മോയ്സ്ചർ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെൻറ്റിലാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഓയിൽ ഫ്രീ ആണെന്ന് ഇതിൻ്റെ നെയിമിൽ തന്നെ ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോൺ കോമഡോജനിക് ആണ്. അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അത്യാവശ്യം നല്ല സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുമ്പം വേണ്ട ബെനിഫിറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഫ്രാഗ്രൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ല, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ്. സോ അതുകൊണ്ട് തന്നെ പേടിക്കാണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ടെക്സ്ചർ എന്ന് പറയുന്നത് വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിന്. അതോടൊപ്പം തന്നെ ആ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നതും നല്ല രീതിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു മോയ്സ്ചർ ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഈ ഒരു മോയ്സ്ചറൈസറിന് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ റെഡ്നെസ് ഭയങ്കര ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. പിന്നെ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിളും ആണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ വാങ്ങിച്ചാൽ വീണ്ടും ഈ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ.
ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈസിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസിന്റെ കാര്യങ്ങൾ. അതായത് അഫോർഡബിൾ ആണ്, ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. 94% ആൾക്കാർ എഗ്രി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ബ്രേക്ക്ഔട്ട്സോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ ഒക്കെ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് ക്യൂർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ക്ലോഗ്ഡ് ഒന്നും ആക്കുന്നില്ല. അതൊക്കെ ഈ ഒരു 94% ആൾക്കാരും എഗ്രി ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസേൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഡെർമറ്റോളജിക്കലി അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം യാതൊരുവിധ ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒന്നും നമുക്ക് ഒക്കെ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വരുന്ന ആൾക്കാരാണ്, തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇനി അടുത്ത കാര്യം, സെൽഫൈഡ്സ് അല്ലെങ്കിൽ പാരബൻസ് ഇൻക്ലൂഡ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ സെൽഫൈഡ്സോ പാരബൻസോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല. അതോടൊപ്പം തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുവിധ പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ടാറ്റാ.